Hi dear students, welcome back to Alex E Academy. ഈ ലെക്ചറിൽ EST 110 എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 8th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ മിഡ് പോയിൻറ്റ് പ്രോബ്ലം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മിഡ് പോയിൻറ്റ് പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ബേസിക് ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെക്ചർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി മിഡ് പോയിൻറ്റ് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ ഉണ്ടാവണം. എന്നിട്ട് മാത്രമേ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് എടുക്കാവൂ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൊജക്ഷൻ ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ ക്യാപിറ്റൽ എ ബി മെഷേഴ്സ് 80 mm ഇൻ ടോപ്പ് വ്യൂ, 70 mm ഇൻ ഫ്രണ്ട് വ്യൂ. ദ മിഡ് പോയിൻറ്റ് ഓഫ് ലൈൻ ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി ബി ആൻഡ് 35 mm എബോവ് എച്ച് പി. The end A is 10 mm in front of VB and nearer to it. The other end B is nearer to HP. Draw the projection of line. Find its true length to inclination. ഇപ്പോൾ ക്വസ്റ്റ്യൻ അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഓരോ ഡീറ്റെയിൽസ് നമുക്കൊന്ന് എഴുതി നോക്കാം. എ ബി എന്ന് പറയുന്നതാണ് ലൈൻ. അതിൻ്റെ ടോപ്പ് വ്യൂ മെഷർ ചെയ്യുന്നത് 80 mm ആണ്. അപ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എ ബി, സ്മോൾ ലെറ്റർ എ ബി എന്ന് പറഞ്ഞാൽ 80 mm ആണ്. ഫ്രണ്ട് വ്യൂ മെഷർ ചെയ്യുന്നത്, അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ആ ഒരു ലൈൻ മെഷർ ചെയ്യുന്നത് 70 mm ആണ്. ഇനി മിഡ് പോയിൻറ്റിൻ്റെ പോയിൻറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ മിഡ് പോയിൻറ്റ് ഈസ് 45 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അതായത് എം ഇസ് ഈക്വൽ ടു 45 mm ബിലോ എക്സ് വൈ ലൈൻ, 35 mm എബോ എച്ച് പി, അതായത് എം ഡാഷ് ഇസ് ഈക്വൽ ടു 35 mm എബോ. പോയിൻറ്റ് എ ഈസ്, ഇപ്പോൾ എ എന്ന് പറയുന്ന പോയിൻറ്റ് എവിടെയാണ്? ഇൻ ഫ്രണ്ട്. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 10 mm ബിലോ ആൻഡ് നിയറർ ടു ഇറ്റ്. ദ എൻഡ് ബി ഈസ് നിയറർ ടു എച്ച് പി. ഇതിൻ്റെ അകത്ത് ഈ ഒരു പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദ പോയിൻറ്റ് ബി ഈസ് നിയറർ ടു എച്ച് പി. അത് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ തന്നേക്കുന്ന ഡീറ്റെയിൽസ് ഒന്നുകൂടി എഴുതി. എ ബി 80 ആണ്, എ ഡാഷ് ബി ഡാഷ് 70 ആണ്, എം ഡാഷ് മിഡ് പോയിൻറ്റ് 25 mm എബോ എച്ച് പി, പോയിൻറ്റ് എം താഴെ 45 mm ബിലോ അല്ലെങ്കിൽ ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇനി പോയിൻ്റ് എ എന്ന് പറഞ്ഞാൽ 10 mm ബിലോയാണ്. ഇനി എ എന്ന് പറയുന്ന പോയിൻറ്റ് നിയറർ ടു വി പിയും ബി നിയറർ ടു എച്ച് പി ആണ്. ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നേക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ട് ഇത് 3 വരയ്ക്കാം. എം ഡാഷ് എം എ, ഇതിൻ്റെ 3ൻ്റെ ലോക്കസ് ലൈൻ നമുക്ക് ആദ്യം വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ റെഫറൻസ് ലൈൻ എക്സ് വൈ വരയ്ക്കുക. റെഫറൻസ് ലൈൻ എക്സ് വൈ വരയ്ക്കുക. ഇനി എന്ത് ചെയ്യുക? എക്സ് വൈക്ക് മുകളിലായിട്ട് എം ഡാഷിൻ്റെ ലോക്കസ് ലൈൻ 35 mm ഡിസ്റ്റൻസ് എടുക്കുക. അവിടെ ഒരു പാരലൽ ലൈൻ വരയ്ക്കുക. അതിനെ ലോക്കസ് ഓഫ് എം ഡാഷ് എന്ന് വിളിക്കുക. ഓക്കെ, അടുത്തത് റെഫറൻസ് ലൈനിൽ നിന്ന് 45 mm എടുക്കുക, അതായത് 4.5 cm എടുക്കുക. അടുത്ത പാരലൽ ലൈൻ വരയ്ക്കുക. അതിനെ ലോക്കസ് ഓഫ് എം എന്ന് മാർക്ക് ചെയ്യുക. വീണ്ടും റെഫറൻസ് എക്സ് ലൈനിൽ നിന്ന് 1 cm എടുക്കുക, അതായത് 10 mm എടുക്കുക. അടുത്ത ലോക്കസ് ലൈൻ എഴുതുക. അതിനെ ലോക്കസ് ഓഫ് എ എന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നേക്കുന്ന എം ഡാഷ് എം എ ഈ 3 ലൈൻസിൻ്റെയും ലോക്കസ് ലൈൻ നമ്മൾ വരച്ചു വിത്ത് റെസ്പെക്ട് ടു റെഫറൻസ് ലൈൻ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 3.5 cm, ഈ ഡിസ്റ്റൻസ് 1 cm, ഈ ഡിസ്റ്റൻസ് 4.5 cm. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ മിഡ് പോയിൻറ്റിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രോബ്ലം തന്നെ ഞാൻ റെഫറൻസ് ഫിഗറായിട്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വരച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ. ഇനി ഇത് എ ഡാഷ്, ഇത് ബി ഡാഷ്, ഇതാണ് ഫ്രണ്ട് വ്യൂ. അതിൻ്റെ മിഡ് പോയിൻ്റാണ് എം അല്ലെങ്കിൽ എം ഡാഷ്. ഇനി ഇതാണ് എ, ഇതാണ് ബി, ഇതിൻ്റെ മിഡ് പോയിൻ്റാണ് എം. ഇനി ഇതാണ് ഒറിജിനൽ ലെങ്ത്ത്. ഇത് A1 ഡാഷും ഇത് B1 ഡാഷും. ഇതും ഒറിജിനൽ ലെങ്ത്താണ്. ഇത് B2, ഇത് A2. ഇനി ഇതിലേക്ക് കൂടി പോകുന്ന ലൈൻ ലോക്കസ് ഓഫ് ബി ഡാഷ്, ഇത് ലോക്കസ് ഓഫ് എം ഡാഷ്, ഇത് ലോക്കസ് ഓഫ് എ ഡാഷ്. ഇതിലേക്ക് കൂടി പോകുന്ന ലൈൻ ലോക്കസ് ഓഫ് എ, ഇത് ലോക്കസ് ഓഫ് എം, ഇത് ലോക്കസ് ഓഫ് ബി. ഇനി ഈ ഒരു പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിലുള്ള മെയിൻ വ്യത്യാസം, ഈ പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ എ ബി 18, ടോപ്പ് വ്യൂ എ ബി is equal to 80 mm, ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷ് 70 mm. അതായത് നമുക്ക് തന്നേക്കുന്ന ലൈൻ ഇതാണ് എ ഡാഷ് ബി ഡാഷ്, ഇത് 70ഉം എ ബി എന്ന് പറയുന്ന ഈ ലൈൻ 80 mm ഇതാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ തന്നേക്കുന്ന വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എം തന്നിട്ടുണ്ടല്ലോ, എം എവിടെയാണെന്നുള്ള കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എക്സ് വൈ ലൈൻ വരച്ചു, ലോക്കസ് ഓഫ് എം ഡാഷ്, ലോക്കസ് ഓഫ് എ, ലോക്കസ് ഓഫ് എമ്മും വരച്ചു. ഇനി എം എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ മിഡ് പോയിൻ്റ് ആണ് എം എന്ന് പറഞ്ഞാൽ.
അപ്പോൾ എപ്പോഴും ആ ഒരു പേജിൻ്റെ നടുക്കായിട്ട് മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. നടുക്കെന്ന് പറയുമ്പോൾ ഒരുപാട് ഈ സൈഡിൽ കൊണ്ട് വരക്കരുത്, ഒരുപാട് റൈറ്റ് സൈഡിലും കൊണ്ട് വരക്കരുത്, കാരണം ഇതിന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഫിഗർ വരാനുണ്ട്. അപ്പോൾ റാൻഡമായിട്ട് ഞാനൊരു പോയിൻ്റ് വെർട്ടിക്കൽ ലൈൻ എടുത്തു, റാൻഡമായിട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ എടുത്തു. അത് എം ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ എം ഡാഷ് എന്നും ലോക്കസ് ഓഫ് എമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ എം എന്നും മാർക്ക് ചെയ്തു. ഓക്കെ, അതായത് എം ഡാഷ് എമ്മും ഫിക്സ് ചെയ്തെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയാണ് നമ്മൾ ഫിഗർ വരക്കാൻ പോകുന്നത്. ഇനി ആദ്യം ഞാൻ എടുക്കുന്നത് എ ബിയുടെ ലെങ്ത്ത് 80 ആണ്, അതായത് ഈ ലൈനിൻ്റെ ലെങ്ത്ത് 80 ആണ്. ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 80 ആണെങ്കിൽ എ മുതൽ എം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 80/2 40 ആയിരിക്കും, ശരിയല്ലേ? അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ്, മിഡ് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ടോട്ടൽ 80 ആണെങ്കിൽ മിഡ് പോയിൻ്റ് വരെ അതിൻ്റെ ഹാഫ് 40 ആയിരിക്കും. അതുപോലെ ഇപ്പുറത്തെ ഹാഫ് എന്തായിരിക്കും? അതും 40 ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എം എന്ന് പറയുന്ന പോയിൻ്റ് ഇപ്പോൾ അറിയാം. ഇനി 40 സെൻറ്റിമീറ്റർ 40 mm 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എം ഡാഷ് കോമ്പസ് വെക്കുക, 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക, 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ലോക്കസ് ഓഫ് എയിലും കട്ട് ചെയ്യുക, ലോക്കസ് ഓഫ് ബിയിലും കട്ട് ചെയ്യുക. അപ്പോൾ ബിയിൽ കട്ട് ചെയ്യാണ്ട് ലോക്കസ് ഓഫ് ബി നമുക്ക് അറിയത്തില്ല, നമുക്ക് ആകെ അറിയാവുന്നത് ഈ മിഡ് പോയിൻറ്റും മാത്രമാണ്. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ലോക്കസ് ഓഫ് എ എന്ന് പറയുന്ന ലൈനിൽ കട്ട് ചെയ്യും. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലൈനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ എ കിട്ടി, എമ്മും കിട്ടി. ബി അറിയാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ എ എം എന്ന് പറയുന്ന ലൈൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടി പറയാം. റാൻഡമായിട്ട് നമ്മളൊരു പെർപെൻഡിക്കുലർ എടുത്തു, ഇത് ഈ പോയിൻറ്റിനെ എം ഡാഷ് എന്നും ഈ പോയിൻറ്റിനെ എം എന്നും വിളിച്ചു. ഇനി നമുക്കറിയാവുന്നത് എ ബി ലെങ്ത്ത് 80 ആണ്. അപ്പോൾ എ എം ഇസ് ഈക്വൽ ടു 40 ആയിരിക്കും, ഹാഫ് ആയിരിക്കും. അപ്പോൾ എം ഡാഷിൽ നിന്ന് കോമ്പസ് എടുത്തിട്ട് 4 സെൻറ്റിമീറ്ററിൽ ലോക്കസ് ഓഫ് എനെ കട്ട് ചെയ്യുക, ആ പോയിൻ്റ് ആയിരിക്കും എ. ഇത് സ്ട്രൈറ്റ് ലൈനായിട്ട് യോജിപ്പിക്കുക. ഇനി ഇതേ ലൈൻ തന്നെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഇനി എന്താണ്? എ ബി 80 ആണ്, അപ്പോൾ എ എം ലെങ്ത്ത് 40 ആണ്, അതുപോലെ എം ബി ലെങ്ത്ത് എന്തിനായിരിക്കും? 40 ആയിരിക്കും. അപ്പോൾ അടുത്ത 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ബി കിട്ടും. ആ രീതിയിലാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എമ്മിൽ നിന്ന് ആർക്ക് കട്ട് ചെയ്ത് എ കിട്ടി, ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ബാക്കിലേക്ക് വെച്ചു, എന്നിട്ട് വീണ്ടും ആ 4 സെൻറ്റിമീറ്റർ എടുത്ത് ഈ ലൈനിൽ കട്ട് ചെയ്യുമ്പോൾ ബി കിട്ടും. ബി എന്നുള്ള ലോക്കസ് ലൈൻ ലോക്കസ് ഓഫ് ബി എന്ന് മാർക്ക് ചെയ്യുക. ഇത്രയും വരെ വരച്ചു. ഇനി എ ബി എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്, അത് ഡാർക്കണായിട്ട് വരക്കുക. ഈ ലൈൻ ഡാർക്കണായിട്ട് വരക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. നമുക്കറിയാവുന്നൊരു കാര്യം, എ ഡാഷ് എ ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരും, അതുപോലെ ബിയും ബി ഡാഷും ഒരേ വെർട്ടിക്കൽ ലൈനിൽ വരും. ശ്രദ്ധിക്കുക, നമ്മൾ പ്രൊജക്ഷൻ ഓഫ് ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ എയും എ ഡാഷും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരുന്നത്, അതേപോലെ സ്മോൾ ലെറ്റർ ബിയും ബി ഡാഷും ഒരേ വെർട്ടിക്കൽ ലൈനിലായിരിക്കും വരുന്നത്. ഈ കൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എ ഡാഷിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ അപ്വേർഡ്സ് വരയ്ക്കുക, എയിൽ നിന്ന് വെർട്ടിക്കൽ അപ്വേർഡ് ഒരു ലൈൻ വരയ്ക്കുക, ബിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ മുകളിലേക്ക് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ആ ലൈൻസാണ് ഇത് ഈ വരച്ചിട്ടേക്കുന്നത്. എയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ ഇത്, ബിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ ഇടുക. ഓക്കെ, ഇനി നമുക്ക് ഗിവൺ ഡാറ്റയിൽ തന്നേക്കുന്നത് എ ഡാഷ് ബി ഡാഷ് ഇസ് ഈക്വൽ ടു 70 ആണ്. അതായത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് മിഡ് പോയിൻറ്റ് എം ഡാഷ്. അപ്പോൾ എ ഡാഷ് എം ഡാഷ് എന്തായിരിക്കും? 35 ആയിരിക്കും. അതേപോലെ എം ഡാഷ് മുതൽ ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് 35 ആയിരിക്കും. അപ്പോൾ ഈ ലൈനിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിൻറ്റ് വരെയുള്ള ഡിസ്റ്റൻസ് എ ഡാഷ് എം ഡാഷ് 35 ആയിരിക്കും, എം ഡാഷ് ബി ഡാഷും 35 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഇവിടെ കോമ്പസിൽ 3.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക? 3.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടിട്ടുണ്ട്, 3.5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്യുക, ആ പോയിൻറ്റ് എ ഡാഷായിട്ട് എടുക്കുക. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ട് വരും. യൂഷ്വലി നമ്മൾ എം ഡാഷിൻ്റെ താഴെയാണ് എ ഡാഷ് എഴുതുന്നത്, മുകളിലാണ് ബി ഡാഷ് എഴുതുന്നത്. ഇവിടെ തിരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. എ ഡാഷ് മുകളിലും ബി ഡാഷ് താഴെയാണ് കട്ട് ചെയ്തേക്കുന്നത്. അതിന് കാരണം ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഒരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്, ദ പോയിൻ്റ് ബി ഈസ് നിയറർ ടു എച്ച് പി. അപ്പോൾ ബി നിയറർ ടു എച്ച് പി എന്ന് പറഞ്ഞാൽ ബി വിൽ ബി നിയറർ ടു എക്സ് വൈ ലൈൻ. അപ്പോൾ എക്സ് വൈ ലൈനിനോട് അടുത്ത് കിടക്കേണ്ടത് ബി ആയിരിക്കണം, എ മുകളിലും പോകും.
ഇതല്ല ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് എം ഡാഷിൽ നിന്ന് എ താഴത്തേക്കും ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ബി മുകളിലേക്കും കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ബി ഈസ് നിയറർ ടു എച്ച് പി എന്ന് പറഞ്ഞേക്കുന്നതുകൊണ്ട് XY ലൈൻ റെഫറൻസ് ലൈനോട് അടുത്ത് കിടക്കുന്ന പോയിന്റ് ബി ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ എയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊരു വെർട്ടിക്കൽ ലൈൻ, ബിയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊരു വെർട്ടിക്കൽ ലൈൻ. ഇനി എം ഡാഷിൽ നിന്ന് ടോട്ടൽ 70 ആണ് ഫ്രണ്ട് വ്യൂ എ ഡാഷ് ബി ഡാഷിൻ്റെ ലെങ്ത്ത്. അപ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കുക, 35 എടുക്കുക. 35 കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്യുക. അതേപോലെ ബാക്കിലേക്ക് ഈ ലൈനിലും കട്ട് ചെയ്യുക. ഈ പോയിൻറ്റിനെ എ ഡാഷ് എന്നും ഈ പോയിൻറ്റിനെ ബി ഡാഷ് എന്നും വിളിക്കാം. ഇനി എന്ത് ചെയ്യാം, എ ഡാഷിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനെ ലോക്കസ് ഓഫ് എ ഡാഷ് എന്നും ബി ഡാഷിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈനിനെ ലോക്കസ് ഓഫ് ബി ഡാഷ് എന്നും വിളിക്കാം. ഇനി എന്ത് ചെയ്യുക, എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ അതിനെ ഡാർക്കൺ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഒറിജിനൽ ലെങ്ത്ത് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ സാമ്പിൾ ഫിഗർ ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു B1 ഡാഷും A1 ഡാഷും വരയ്ക്കുന്നത്. അപ്പോൾ B1 ഡാഷ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് AB അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, M മുതൽ B വരെയുള്ള ഡിസ്റ്റൻസിനെ കോമ്പസ് എടുത്ത് കർവ് ചെയ്യും. എങ്ങോട്ടേക്ക്, ലോക്കസ് ഓഫ് എമ്മിലേക്ക്. എന്നിട്ട് അതിനെ നേരെ മുകളിലേക്ക് ലോക്കസ് ഓഫ് ബി ഡാഷിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ കൺസെപ്റ്റ് അതേപോലെ യൂസ് ചെയ്യുക. അതായത് MB ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക, ലോക്കസ് ഓഫ് എം എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അവിടെ കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും B1. ആ പോയിൻ്റ് നേരെ അപ്പോട് പ്രൊജക്റ്റ് ചെയ്യുക. ലോക്കസ് ഓഫ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈനിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് B1 ഡാഷ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാ, MB ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. എന്നിട്ട് ഈ ലൈനിൽ ലോക്കസ് ഓഫ് എമ്മിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇവിടെ കിട്ടുന്ന പോയിൻ്റ് B1 ആയിരിക്കും. ഇതിനെ നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ കിട്ടും, ലോക്കസ് ഓഫ് ബി ഡാഷിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും B1 ഡാഷ്. ഇവിടെ ശ്രദ്ധിക്കുക, ലൈൻ താഴത്തേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും ലോക്കസ് ഓഫ് ബി ഡാഷ്, ഇവിടെ ആയിരിക്കും ലോക്കസ് ഓഫ് എ ഡാഷ്. തിരിഞ്ഞു പോകരുത്. അപ്പോൾ MB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു, ആർക്ക് കട്ട് ചെയ്തു. ആ ആർക്ക് ലോക്കസ് ഓഫ് എമ്മിൽ കട്ട് ചെയ്ത പോയിൻ്റ് B1 ആണ്. അത് വെർട്ടിക്കലി അപ്പോട്ട് പ്രൊജക്റ്റ് ചെയ്യുക. അത് ലോക്കസ് ഓഫ് ബി ഡാഷിൽ കട്ട് ചെയ്യുന്ന പോയിൻറ്റിനെ B1 ഡാഷ് എന്ന് വിളിക്കാം. ഇനി എന്ത് ചെയ്താൽ മതി, ഈ എം ഡാഷും B1 ഡാഷും സ്ട്രൈറ്റ് ആയിട്ട് യോജിപ്പിക്കുക. ഇനി നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡ് ഈ ലൈനിനെ തന്നെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ലോക്കസ് ഓഫ് എ ഡാഷ് എന്ന് പറയുന്ന ലൈനിൽ കട്ട് ചെയ്യും. അതായിരിക്കും A1 ഡാഷ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. M മുതൽ B വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക, ഒരു ആർക്ക് കട്ട് ചെയ്യുക. ആ ആർക്ക് ലോക്കസ് ഓഫ് എമ്മിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും B1. അവിടെ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ പ്രൊജക്ടർ വരയ്ക്കുക. അത് ലോക്കസ് ഓഫ് ബി ഡാഷിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് B1 ഡാഷ് ആയിരിക്കും. ഇനി എം ഡാഷും B1 ഡാഷും യോജിപ്പിക്കുക. ഈ ലൈൻ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അത് എവിടെ മീറ്റ് ചെയ്യും, ലോക്കസ് ഓഫ് എ ഡാഷിൽ മീറ്റ് ചെയ്യും. അതായിരിക്കും A1 ഡാഷ്. ഇനി എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ കിട്ടിയ ഈ A1 ഡാഷും B1 ഡാഷും സ്ട്രെയിറ്റ് ലൈനായിട്ട് യോജിപ്പിക്കുക, ഡാർക്ക് ലൈനായിട്ട് യോജിപ്പിക്കുക. ഇതായിരിക്കും AB എന്ന് പറയുന്ന ലൈൻ്റെ ട്രൂ ലെങ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ A ഡാഷ് B1 ഡാഷ് വരച്ച പോലെ നമുക്കിനി അടുത്ത് താഴെ വരക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള മെത്തേഡാണ് അടുത്ത് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ഇത് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. എങ്ങോട്ടേക്ക്, ലോക്കസ് ഓഫ് എം ഡാഷിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് നേരെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. അത് ലോക്കസ് ഓഫ് ബിയിൽ മീറ്റ് ചെയ്ത പോയിൻ്റ് ആയിരിക്കും B2. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. ലോക്കസ് ഓഫ് എം ഡാഷിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അത് നേരെ താഴത്തേക്ക് വന്നാൽ ലോക്കസ് ഓഫ് ബിയിൽ കട്ട് ചെയ്യുന്ന പോയിൻ്റ് ആയിരിക്കും B2. ഇതാണ് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് മെത്തേഡ്. അതല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം, ഈ ഡിസ്റ്റൻസ് അതായത് A1 ഡാഷ് B1 ഡാഷ് എത്രയാണോ അത് തന്നെയായിരിക്കും ആ ആക്ച്വൽ ലെങ്ത്ത് ഓഫ് ലൈൻ എന്ന് പറയുന്നത്. ആ സെയിം ലെങ്ത്ത് തന്നെ ആയിരിക്കും ഏത് ലൈനിനും വരേണ്ടത്, ഇതും A2 B2നും വരേണ്ടത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഫിഗറിൽ നിന്ന് A ഡാഷ് B1 ഡാഷ് കറക്റ്റ് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം ലെങ്ത്ത് തന്നെയായിരിക്കും B2ലും വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും വരയ്ക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. എം ഡാഷ് മുതൽ B1 ഡാഷ് വരെയുള്ള ലെങ്ത്ത് കോമ്പസിലെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുത്തെ എമ്മിൽ നിന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക. എങ്ങോട്ടേക്ക്, ലോക്കസ് ഓഫ് ബിയിലേക്ക്. സിമിലർലി അടുത്ത ആർക്ക് കട്ട് ചെയ്യുക. എങ്ങോട്ട്, ലോക്കസ് ഓഫ് എയിലേക്ക്. അപ്പോൾ അത് തമ്മിൽ കട്ട് ചെയ്ത് കിട്ടുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ A2 ഉം B2. ഒന്നുകൂടി പറയാം,
നമ്മളിപ്പോൾ വരച്ച ഫിഗറിൽ നിന്ന് എം ഡാഷ് ബി വൺ ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് കോമ്പസിലെടുക്കുക. ഇനി എമ്മിൽ നിന്ന് കോമ്പസ് ഉപയോഗിച്ച് ലോക്കസ് ഓഫ് ബിയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ആ പോയിൻ്റ് B2 ആയിരിക്കും. ലോക്കസ് ഓഫ് എയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അത് A2 ആയിരിക്കും. വളരെ സിമ്പിളാണ്. ഇനി A2ഉം B2ഉം തമ്മിൽ സ്ട്രൈറ്റ് ഡാർക്ക് ലൈനായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇത്രയും ആയപ്പോൾ നമ്മുടെ ഫിഗർ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ട്രൂ ലെങ്ത്തും ട്രൂ ആംഗിളുമാണ്. അപ്പോൾ ട്രൂ ആംഗിൾ എന്ന് പറയുമ്പോൾ ലോക്കസ് ഓഫ് എം ഡാഷും എം ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ഈ ലൈനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ ആംഗിൾ. ഓക്കെ, അപ്പോൾ അവിടെ തീറ്റ എന്ന് മാർക്ക് ചെയ്യുക. സിമിലർലി ലോക്കസ് ഓഫ് എമ്മും B2ഉം തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. അതിനെ ഫൈ എന്നും മാർക്ക് ചെയ്യും. ഇനി നമുക്ക് താഴെ എടുത്തെഴുതാം. ട്രൂ ലെങ്ത് ഇസ് ഈക്വൽ ടു, ഈ ഫിഗറിൽ ട്രൂ ലെങ്ത് കാണിക്കുന്ന ലൈൻസ് ഒന്ന് ഇതാണ്, എ ഡാഷ് ബി വൺ ഡാഷ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇതും സെയിം തന്നെയാണ് AB2. അപ്പോൾ ഇത് രണ്ടും സ്കെയിൽ വെച്ചിട്ട് പടത്തിൽ നിന്ന് അളക്കുമ്പോൾ നമുക്ക് 9.2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതിനെ ഇൻറ്റു 10 ചെയ്ത് 92 mm എന്ന് എഴുതുക, മില്ലിമീറ്ററിൽ എഴുതുക. ഇനി അടുത്തത് തീറ്റയും ഫൈയും മെഷർ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, എന്നിട്ട് ഈ ആംഗിൾ മെഷർ ചെയ്യുക. തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. അതേപോലെ ഇവിടുത്തെ ഫൈ ആംഗിൾ മെഷർ ചെയ്യുക, അത് 40 ഡിഗ്രി എന്ന് കിട്ടും. ഇതാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന റിസൾട്ട്. അതിനുശേഷം നമുക്ക് ഡയമെൻഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഗിവൺ ഡാറ്റ ഡയമെൻഷൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫിഗറിൽ ഡയമെൻഷൻ ചെയ്യണം. AB, A ഡാഷ് ബി ഡാഷ് എം ഡാഷ് എം എ. ഇപ്പോൾ 1 by 1 ആയിട്ട് ചെയ്യാം. റെഫറൻസ് ലൈൻ മുതൽ ലോക്കസ് ഓഫ് എ വരെയുള്ള ഈ ഡിസ്റ്റൻസ് 10 മാർക്ക് ചെയ്തു. റെഫറൻസ് ലൈൻ മുതൽ ലോക്കസ് ഓഫ് എം ഡാഷ് വരെയുള്ള ഈ ലെങ്ത് 35, അത് മാർക്ക് ചെയ്തു. റെഫറൻസ് ലൈൻ മുതൽ ലോക്കസ് ഓഫ് എം വരെയുള്ള ഈ ഡിസ്റ്റൻസ് 45, അതും മാർക്ക് ചെയ്തു. ഇനി അടുത്തത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് 70, ഇവിടെ മാർക്ക് ചെയ്തു. ഇനി AB എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് അത് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ലൈൻസ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ആക്ച്വൽ ലൈൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ, ഇനി ഇതിന് പാരലായിട്ട് നമ്മുടെ ഡയമെൻഷൻ ലൈൻ. ആരോ വരക്കുക, ആരോ ഷെയ്ഡ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ ഡയമെൻഷൻ മോഡലായിട്ട് എഴുതുക. ഇതാണ് നമ്മുടെ ഫൈനൽ ഫിഗർ. ഇതിൻ്റെ അത് 4 ലൈനെ ഡാർക്കായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് വൺ എ ഡാഷ് ബി ഡാഷ്, A1 ഡാഷ് B1 ഡാഷ്, AB, A2 B2, ഇത് മാത്രമേ ഡാർക്കായിട്ട് കാണേണ്ട ആവശ്യമുള്ളൂ. ബാക്കി വരച്ചേക്കുന്ന എല്ലാ ലൈൻസും വളരെ ലൈറ്റായിട്ട് വരച്ചാൽ മതി. അതേപോലെ എഴുതുന്നതെല്ലാം ഡാർക്കായിട്ട് വായിക്കാൻ പറ്റിയ രീതിയിൽ തെളിഞ്ഞിരിക്കണം. ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് പഠിച്ചൊരു പോയിൻ്റ്, ഒന്ന് മിഡ് പോയിൻ്റ് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു. അതിനുശേഷം ദ പോയിൻ്റ് B ഈസ് നിയറർ ടു HP എന്ന് പറഞ്ഞാൽ B പോയിൻ്റ് ആയിരിക്കും താഴെ, A പോയിൻ്റ് ആയിരിക്കും മുകളിൽ. ദ പോയിൻ്റ് A ഈസ് നിയറർ ടു HP എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ സാധാരണ വരക്കുന്ന പോലെ A ഡാഷ് ഇവിടെ വരും, B ഡാഷ് ഇവിടെ വരും. അപ്പോൾ ഈ പോയിൻ്റ് അഡീഷണലായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു.